നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു 1-2 യുതികളിലെ കൺജങ്ഷനെ കുറിച്ച് പഠിക്കാം. അഷ്ടമഭാവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇത് മറ്റ് ഭാവങ്ങളിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയാസ് യൂസ് ചെയ്യാം. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അഷ്ടമഭാവത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിലൊന്നാമത്തേത് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു യോഗവും കൂടിയാണിത്. രാഹു ശനി യോഗം ഒരു ഭാവത്തിൽ ഒത്തുചേരുക എന്നുള്ളത് അതിനൊരു പൊതുഫലമായിട്ട് ഞാൻ പറയാം. ജ്യോതിഷത്തിൽ ശാപിത യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. പരിമിതികളുടെയും അച്ചടക്കത്തിൻ്റെയും ഗ്രഹമായിരിക്കുന്ന ശനിയും, അതുപോലെ തന്നെ അതിരുകളില്ലാത്ത ആഗ്രഹങ്ങളുടെയും ഭ്രമത്തിൻ്റെയും അതുപോലെ തന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ്റെയും ഒക്കെ ഒരു ഗ്രഹമായിരിക്കുന്ന രാഹുവും തമ്മിലും ഒത്തുചേരുമ്പോഴുണ്ടാവുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. അത് പലരിലും കണ്ടിട്ടുണ്ട്. ഇത് നിഗൂഢമായിട്ടുള്ള 8ാം ഭാവത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും അതിസങ്കീർണമാണ്. അത് പലരിലും ഒരു ഗവേഷണപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടുമുള്ള ഒരു പഠനത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക്, അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിലേക്ക് അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തേത് മാനസികമായിട്ടുള്ള സ്വാധീനമാണ്, സൈക്കോളജിക്കൽ എഫക്റ്റ് നമുക്ക് നോക്കാം. 8ാം ഭാവം മനസ്സിൻ്റെ ആഴങ്ങളെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും ഒരു പരിധിവരെ സൂചിപ്പിക്കുന്നത്. കാരണം നിഗൂഢതകളാണ് അഷ്ടമഭാവം എന്ന് പറയുന്നത്. അപ്പം സബ് കോൺഷ്യസ് മൈൻഡിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ രാഹു ശനി യോഗങ്ങൾ, ഇത് പ്രത്യേകിച്ച് 1 മുതൽ 0 to ഒരു 10 ഡിഗ്രി വരെ ഇവർ തമ്മിൽ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഇത് കൂടുതൽ കാണാം. അതേസമയത്ത് വളരെ അകന്നാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു രാശിയിൽ ഇപ്പം മേടത്തിൽ രാഹു നിൽക്കുന്നത് 1ാമത്തെ ഡിഗ്രിയിലും ശനി നിൽക്കുന്നത് 29ാമത്തെ ഡിഗ്രിയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫലം വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇതൊരു 0 മുതൽ ഒരു 10 ഡിഗ്രി വരെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫലം നമുക്ക് അനുഭവത്തിൽ കാണാം. അതിലൊന്നാമത്തേത് പാരനോയ ആൻഡ് ഫോബിയയാണ്, അജ്ഞാതമായ ഭയം. അതിലൊന്നാമത്തേത് അത് എപ്പോഴും എന്തോ ഒരു മോശം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഇവരെ വേട്ടയാടും. വളരെ ചെറുപ്പകാലം മുതലേ തന്നെ മരണത്തെക്കുറിച്ചോ വലിയ അപകടങ്ങളെക്കുറിച്ചോ ഉള്ള അനാവശ്യമായിട്ടുള്ള ഭീതി ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ഒന്ന് ചിരിച്ചാൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും ഞാൻ ചിരിക്കുന്നത് നാളെ ഇനി ഒരു വലിയ വിഷയത്തിന് വേണ്ടിയാണോ എന്നുള്ളൊരു തോന്നൽ, ഒരു ദുഃഖത്തിന് വേണ്ടിയാണോ എന്നുള്ളൊരു തോന്നലുണ്ടാകും. അപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ ഉണ്ടായാൽ പോലും അതിനെ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു ഫോബിയ ഉണ്ടാവും എന്നുള്ളതാണ്. അജ്ഞാതമായൊരു ഭയം, പാരാനോയ എന്നൊക്കെ നമ്മൾ പറയും സൈക്കോളജിന്. അപ്പം അതും ഒന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമത്തേത് സപ്രസ്ഡ് ഇമോഷൻസാണ്, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സന്യാസിയുടെ ശൈലിയിൽ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് രാഹു അവയെ പെരുപ്പിച്ച് കാണിക്കും. മോശമാണെങ്കിൽ മോശമാവുന്നതിനെ പെരുപ്പിച്ച് കാണിക്കും. അല്ലെങ്കിൽ രാഹുവിൻ്റെ കാരകത്വമുള്ള സബ്ജക്റ്റുകളുമായിട്ട് ഫാൻറ്റസികളുമായിട്ടൊന്നും ശനി ചേരാതെ വരുമ്പം ഉള്ളിലുണ്ടാകുന്ന വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നുള്ള. പുറമേ ശാന്തരായിട്ട് ഇവർ കാണപ്പെടും എങ്കിലും ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം ഉണ്ടാകും. 2 ശനികൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെയാണ്. ശനിവത്ത് രാഹു എന്നൊരു പ്രമാണം ഉണ്ടല്ലോ. അപ്പോൾ 2 ശനികൾ ഒരുമിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഇവർക്ക് വരും. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയുള്ള അടുത്തൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിഗൂഢതകളോടുള്ള അഭിനിവേശമാണ്. മനഃശാസ്ത്രം, മരണം, മരണാനന്തര ജീവിതം ഇത്യാദി വിഷയങ്ങളിൽ തന്ത്രവിദ്യ, മന്ത്രശാസ്ത്രം, അല്ലെങ്കിൽ ടാരോട്ട് റീഡിങ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇവർക്ക് അമിതമായിട്ടുള്ള താല്പര്യമുണ്ടാവും. മറ്റാരും ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് ഇവരുടെ ചിന്തകൾ പോവുകയും അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് വളരെ നല്ല നിഗൂഢതകളോടുള്ള ഒരു അഭിനിവേശം എന്ന് വേണമെങ്കിൽ അതിനെ പേരിട്ട് വിളിക്കാം. അങ്ങനെ ഒരു സ്വഭാവം ഇവർക്കുണ്ടാവും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രോണിക് ഗിൽറ്റാണ്, കുറ്റബോധം. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് അനാവശ്യമായിട്ട് സ്വയം കുറ്റപ്പെടുത്തുന്നത്, കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ ആലോചിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ആലോചിച്ച് വീണ്ടും
വീണ്ടും വീണ്ടും ആലോചിച്ച് വളരെ നഷ്ടബോധവും സ്വയം ഒരു ഗിൽറ്റി ഫീലിങ്ങിന് കൊണ്ടു നടക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും വിഷാദ രോഗത്തിന്, ഡിപ്രഷന് കാരണമാവുകയും ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും അത് ചെയ്യരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എന്നുള്ളത് കൊണ്ടും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരാൾ പോലും ജീവിതത്തിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവാത്ത ഒരാൾ പോലും ഈ ലോകത്തില്ല എന്നുള്ളതും. കാരണം അനുഭവങ്ങളാണ് പലർക്കും പാഠമാകുന്നത്, അനുഭവങ്ങളാണ് മെച്യൂരിറ്റിക്ക് കാരണമാകുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് ഒരുപാട് പേര് കാണുന്നതിനെല്ലാം അഭിപ്രായം പറയുന്നൊരു കാലഘട്ടമാണ്. അവരുടെ ഒരു വെയർ അബൌട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ചുമ്മാ നമ്മൾ കുറച്ചൊരു 3-4 പേരുടെ ചിന്തിച്ചാൽ മനസ്സിലാവും ഇവരുടെയൊക്കെ എന്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അവരൊരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെയും എക്സ്പീരിയൻസുകളിലൂടെയും കടന്നുപോയൊരു വ്യക്തി പിന്നീട് എങ്ങനെയാണ് സമൂഹത്തോടും ജീവിതത്തോടും ചുറ്റുപാടുകളോടും പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ ഉള്ളത്. പിന്നെ 8ാം ഭാവത്തിൻ്റെ രാഹു ശനിയുടെ ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഇൻസൈറ്റ്സും കൂടി, കുറേ ഹൊറോസ്കോപ്പിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിൽ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരെ ഈ അഷ്ടമത്തിൽ രാഹു ശനി യോഗം, അതല്ലെങ്കിൽ 5-ൽ രാഹു ശനി യോഗമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ പല റിലേഷൻഷിപ്പ് പോലുള്ള മേഖലകളിൽ ഇവർ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഒരാളുടെ 1-2-3 പേരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പല മേഖലയിലാണ്, പക്ഷേ അവരുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജീനിയസ് ആയിരിക്കും എന്നുള്ളതാണ് ഇവർ അസാമാന്യമായിട്ടുള്ളൊരു ഗവേഷണ പാഠവം ഇവർക്കുണ്ടാവും. 8ാം ഭാവം എന്ന് പറയുന്നത് പൊതുവെ ഗവേഷണത്തിൻ്റെ ഒരു ഭാവവും കൂടിയാണല്ലോ. അവിടെ രാഹു വരുമ്പോൾ അസാധാരണമായ ചിന്താഗതിയും, അവിടെ ശനി വരുമ്പം ക്ഷമയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവും കൂടെ ഒരുമിച്ച് വരും. ഇവർ ശാസ്ത്രജ്ഞരോ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവുകളോ അല്ലെങ്കിൽ ക്രിമിനൽ സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസ്ട്രോളജിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളോ ഒക്കെ ഇവർക്ക് കൈകാര്യം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അനായാസമായിട്ട് ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ഒരു കേസ് സ്റ്റഡിക്കായിട്ട് ഒരു 5-8 ഹൊറോസ്കോപ്പ് ഉണ്ട്. ഇവർ പലരും, ഒരാൾ അസ്ട്രോളജർ, വേറൊരാൾ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നു, പിന്നെ ക്രിമിനൽ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുണ്ട്, മിലിറ്ററി പോലുള്ള ഏരിയകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണ മേഖലയിൽ ഒരു വലിയൊരു എയറോസ്പേസ് പ്രോജക്റ്റിൻ്റെ നല്ലൊരു തലപ്പത്തിരുന്ന ഒരു മനുഷ്യൻ്റെ ഹൊറോസ്കോപ്പിലും ഞാനത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതൊരു അസാമാന്യമായിട്ടുള്ളൊരു ഗവേഷണ പാഠവമാണല്ലോ ഇവരെയൊക്കെ അതിലേക്ക് നയിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെയും മേഖലകൾക്കനുസരിച്ച് സ്വന്തം ജീവിതത്തിലാണെങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജീനിയസ് നിലവാരത്തിലേക്ക് ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. 2ാമത്തേത് സഡൻ ട്രാൻസ്ഫോർമേഷനാണ്. അത് ഞാൻ കുറേ ഹൊറോസ്കോപ്പിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പെട്ടെന്നുണ്ടാകുന്നൊരു പരിവർത്തനം. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ശനി അഷ്ടമത്തിൽ നിന്നാൽ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ പെട്ടെന്നൊരു പരിവർത്തനം വരും. എന്നാൽ പോലും ജീവിതത്തിൽ വലിയ താഴ്ചകൾ നൽകും എന്നതുപോലെ തന്നെ നല്ല ഉയർച്ചകളും തരും. പക്ഷേ ഇതിനകത്ത് താഴ്ചകൾ കുറച്ച് കൂടുതലായിട്ട് ചില ആൾക്കാരുടെ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ പെട്ടെന്ന് തകർച്ച, നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴായിരിക്കും തകർന്നടിഞ്ഞ് വേറൊരു ട്രാക്കിലേക്ക് ഇവർ പോകുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ വിജയങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. മധ്യവർത്തിയായിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് നല്ല പാടാണ്. ഒന്നുകിൽ നല്ല സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഒരു ലെവലെത്തിയിട്ട് പൊട്ടി കുറേ ബുദ്ധിമുട്ടുകളിലൂടെ ഇവർ കടന്നു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഷ്ടമത്തിൽ ശനി സർപ്പയോഗം വന്നാൽ വലിയൊരു മാനസികമോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഒരു പുനർജന്മം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ വരും, കാലം അവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, അത് നല്ലതായി തന്നെ വരാൻ. കുട്ടികളുടെയൊക്കെ ജാതകത്തിൽ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ ഈശ്വര പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം. അടുത്തത് ക്രോണിക് ഹെൽത്ത് പാറ്റേൺ ആണ്. അത് ചിലവരിലാണ് കണ്ടേക്കുന്നത്. ഒരു 50+ ഉള്ള ആൾക്കാരിലാണ് ഞാനത് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇവർക്ക് രോഗം എന്താണെന്ന് മനസ്സിലാവില്ല, ഇവരുടെ അസുഖം എന്താണെന്നുള്ളത് വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. അത് ഈ കേതുവിൻ്റെ നക്ഷത്രത്തിലാണ് ഈ ശനി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേതുവിൻ്റെ നക്ഷത്രത്തിലാണ് ഈ രാഹു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ രാഹു ശനി യോഗം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ. എന്താ ഈ ശരിക്കും ഇതിനകത്ത് പ്രശ്നം എന്നുള്ളത് മനസ്സിലാവില്ല. നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, എല്ലുകൾക്ക് തേയ്മാനം, അല്ലെങ്കിൽ അലർജി, അല്ലെങ്കിൽ
ഈ ഫുഡിനകത്ത് നിന്നൊക്കെ ഉണ്ടാകുന്ന ഗ്ലൂട്ടൻ അലർജി അല്ലെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം ഒരു 35-40 വയസ്സിന് ശേഷം നിങ്ങൾ ഹെൽത്ത് നോക്കാൻ. ഇനി അടുത്തത് പങ്കാളിയുടെ സ്വത്തിലെ തടസ്സങ്ങളാണ്. ഒരു ജോയിൻ അസറ്റ്സ്, പങ്കാളിയുടെ സ്വത്ത്, ഇൻഷുറൻസ് അല്ലെങ്കിൽ പിതൃസ്വത്ത് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വഞ്ചനകളോ നേരിടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക്, ഒരു കുട്ടിയുടെ അറിയാവുന്ന അതിനൊരു 100 പവനോളം ഉണ്ടായിട്ട് അത് മൊത്തം കൊടുത്ത് ലാസ്റ്റ് അത് ഡിവോഴ്സ് ആയ സമയത്ത് കുറേ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ കുറേ സാമ്പത്തിക രേഖകൾ കൈകാര്യം ചെയ്യുമ്പം അത് ശക്തമായിട്ട് അതീവ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശനി സർപ്പയോഗമുള്ളവർ ഏത് തരത്തിലുള്ള സാമ്പത്തികം കൂട്ടുകച്ചവടം ഒക്കെ നടത്തുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. കാരണം അത് അസ്ട്രോളജേഴ്സിന് ഈ ശാപിത യോഗം എന്ന് പറയുന്നത് പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു യോഗമാണ്. അപ്പം അത് ഉണ്ടെങ്കിൽ അതിൻ്റെ ദശാപഹാരമോ രാഹുവിൻ്റെയോ ശനിയുടെയോ ഒക്കെ ദശാപഹാരമോ ഒക്കെ നടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വലിയ ദൈവാധീനമൊന്നുമില്ലാത്ത പിതൃക്രിയകളോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ പരദേവതയിലെ പൂർവാചാരങ്ങളെ കൈകാര്യം ചെയ്തു പോവുകയോ അല്ലെങ്കിൽ ഗുരുത്വത്തോടു കൂടി അച്ഛനമ്മമാരെ ഒന്നും സ്നേഹിക്കാതെ അല്ലെങ്കിൽ ഗുരുത്വമില്ലാതെ ശ്രദ്ധയില്ലാതെ ഒരു രസത്തിനങ്ങ് പോയവരാണെന്നുണ്ടെങ്കിൽ ഈ ശാപിത യോഗം വല്ലാണ്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ വീഴ്ചകളിലേക്കായിരിക്കും പോകുന്നത്, ഡിപ്രഷനിലേക്കൊക്കെ എത്തിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ശാപിത യോഗത്തെ അതിജീവിക്കാൻ ചെയ്യേണ്ട ചില റെമഡിയൽ അപ്രോച്ച് എന്നുള്ള രീതിയിൽ പറയാം. ഒന്നാമത്തെ, നിഴലുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു സുതാര്യത നിലനിർത്തുക. എല്ലാവരോടും എല്ലാം ബോധിപ്പിക്കണം എന്നില്ല, പക്ഷേ നമുക്ക് നമ്മളോടെ, നമ്മുടെ മനസാക്ഷിയോടെ, ഈശ്വരനോടെ ഒരു സുതാര്യത നിലനിർത്തുക. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളെ വഞ്ചിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വല്ല വിഷയം നമ്മൾ സ്വയം അത് ചെയ്യാതിരിക്കുക. ജീവിതത്തിൽ എപ്പോഴും അവനവനോടൊരു സുതാര്യത പുലർത്താൻ ശ്രമിക്കുക. അക്സെപ്റ്റൻസ് പലപ്പോഴും നിങ്ങളുടെ ഈ ദോഷത്തെ, ശാപിത യോഗത്തിൻ്റെ ദോഷത്തെ അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തത്, മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു ചികിത്സ അത്യാവശ്യമാണ്. അതായത് ഉള്ളിലൊതുക്കിയ വിഷമങ്ങൾ ഒരുപാട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനുമായോ ഒക്കെ പങ്കുവെക്കുക. അല്ലെങ്കിൽ ഈശ്വരീയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന നല്ല ഗുരുക്കന്മാരുമായിട്ട് അത് പങ്കുവെച്ച് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതെല്ലാം നല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തായാലും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ നല്ല അസ്ട്രോളജറിൻ്റെ അടുത്തായാലും ഒക്കെ പോകുമ്പോൾ നല്ലതെന്ന് തന്നെ നോക്കിയെടുക്കണം. അല്ലെങ്കിൽ അവർ മതി നിങ്ങളെ മാറ്റിമറിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ പല ആൾക്കാർക്കും ചിലപ്പോൾ NPD ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടുപോകും നിങ്ങൾ. അപ്പോൾ അത് ചെയ്യാതെ ഏതെങ്കിലും നല്ലൊരു ആൾക്കാരുടെ അടുത്ത് അത് സമയം സ്പെൻഡ് ചെയ്ത് സംസാരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഫോളോ ചെയ്ത്, അവർക്കൊന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ വന്നിരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാം, അവരുടെ ചിലപ്പോൾ കുറച്ച് നിർദ്ദേശങ്ങളും കൂടി നിങ്ങൾക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാനും കഴിയും. അപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ധ്യാനവും മൗനവുമാണ്. ദിവസവും കുറച്ച് സമയമെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുക, ശീലിക്കുക. ശനി നിശബ്ദതയുടെ ഗ്രഹമായതുകൊണ്ട് തന്നെ നിശബ്ദത ശീലിക്കുക, അതിനെ ഇഷ്ടപ്പെടുക, കുറച്ചൊക്കെ വെറുതെ ഇരിക്കാൻ നോക്കുക. ഡിപ്രഷൻ അടിച്ച് വെറുതെ ഇരിക്കുന്നില്ല, മൗനമായിട്ട് ഇരിക്കുക. ഒരു ദിവസം ഞാൻ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാതെ പ്രതികരിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക. അപ്പോൾ ആദ്യം അതൊക്കെ ഒരു പാടായിരിക്കും, അത് കുഴപ്പമില്ല, കയ്യിൽ നിന്ന് പോകും, പിന്നെ അതങ്ങ് ശരിയാവും. അതൊരു 5-8 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് സെറ്റാവും. അത് ചെയ്യുക കേട്ടോ. അടുത്തത് സേവനമാണ്. ശനി ഒരു സേവനാണ്, രാഹുവും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് കാണിക്കാൻ വേണ്ടി ഒരു ടെൻഡൻസി വരും. എന്നാൽ പോലും പാവപ്പെട്ടവർക്കോ രോഗികൾക്കോ വേണ്ടിയിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനം, സർപ്പക്കാവുകൾ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ കാര്യങ്ങൾ, പ്രകൃതിയോടുള്ള സേവനങ്ങൾ, ഇതെല്ലാം തന്നെ ശാപിത യോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് ശിവപഞ്ചാക്ഷരി മന്ത്രജപമാണ്. 5 ഓം നമഃ ശിവായ എന്ന് പറയുന്ന മന്ത്രം ധാരാളമായിട്ട്
ജപിക്കുക. ഈ നമശിവായ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അത് ചെറിയ മന്ത്രമല്ല എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഷഡ്കർമ്മങ്ങൾ പലതും, ശാന്തിവശ്യം തുടങ്ങിയിട്ടുള്ള ഷഡ്കർമ്മങ്ങളിൽ പഞ്ചാക്ഷരത്തിന് ഈ ഷഡ്കർമ്മങ്ങളെല്ലാം ഉണ്ട്. പല ഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ചുണ്ട്. ശാരദാതിലകം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ പല പ്രയോഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ഗൗരവമുള്ളൊരു മന്ത്രമാണ്. സിദ്ധമായാൽ വളരെ ശക്തിയുള്ളൊരു മന്ത്രമാണ് പഞ്ചാക്ഷരം. നമ്മൾ വെറുതെ പഞ്ചാക്ഷരം ജപിച്ചാൽ മതിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ലളിതമായിട്ടുള്ളൊരു മന്ത്രമല്ല. വിഫ്രാദുർഫി കുടാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ എന്ന് പറയുന്ന ധ്യാനമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്ത്രസമുച്ചയത്തിൽ നിന്നൊക്കെ എടുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതും വേണമെങ്കിൽ ന്യാസങ്ങളോട് കൂടിയിട്ടൊക്കെ വേണമെങ്കിൽ അത് ജപിക്കാം. അതൊക്കെ ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പഞ്ചാക്ഷരം ധാരാളമായിട്ട് ജപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. സർപ്പദൈവങ്ങളെ ആശ്രയിക്കുക, സർപ്പക്കാവുകളിൽ പോവുക. ഇപ്പോൾ നമ്മുടെ ശ്രീഭൈരവിയിലൊക്കെ എന്ന് പറയുന്നത് സർപ്പങ്ങളാണ് പ്രധാന ദേവത. പുറത്ത് ആൾക്കാർ കാണുന്ന ദേവതകൾ, കൂടുതൽ വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ സർപ്പങ്ങളെ റിലേറ്റഡ് ആയിട്ടാണ്. ബാക്കിയൊക്കെ വാസ്തവത്തിൽ പലതും രഹസ്യമൂർത്തികളൊക്കെ തന്നെയാണ്. അതിൽ സർപ്പങ്ങളിൽ തന്നെ അനവധി രഹസ്യമൂർത്തികളൊക്കെ ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ തന്ത്രത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് സർപ്പതന്ത്രം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് ഏകദേശം 36ഓളം സർപ്പങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നാഗസുബ്രഹ്മണ്യൻ, നാഗഗണപതി, നാഗശാസ്താവ് തുടങ്ങിയിട്ടുള്ള അനവധി ദേവതകളെക്കുറിച്ച് നമ്മൾ ആ സമയത്ത് വിശദമായിട്ട് പറഞ്ഞു തരാം. അങ്ങനെയൊക്കെയുള്ള അനവധി രഹസ്യമൂർത്തികളും സർപ്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അഷ്ടനാഗങ്ങളൊന്നും മാത്രമല്ല, വേറെ ഒരുപാട് പേരുണ്ട്. അഷ്ടനാഗങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളും ഒക്കെ. ഇപ്പം നമ്മുടെ ശ്രീഭൈരവിയുടെ ഗുരുകുലത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രണ്ട് ഡോറിൽ തന്നെ കൊത്തിയിരിക്കുന്ന ഈ അഷ്ടനാഗങ്ങളുടെ ചിഹ്നമാണ്. അപ്പം അതുപോലെ ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്ത് ഗുരുകുലത്തിൻ്റെ മുന്നിൽ ഉള്ളതുപോലെ തന്നെ അത് നമുക്കെല്ലാം ഒന്നും എല്ലായിടത്തും കുത്തിയൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ അനവധി രഹസ്യങ്ങൾ ഈ നാഗദേവതകളുമായിട്ടുണ്ട്. അപ്പം അത് കേരളം ഒരു സർപ്പഭൂമിയും കൂടിയാണ്. അതുകൊണ്ട് രാഹുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ സർപ്പക്കാവുകളുണ്ടെങ്കിൽ ഒരു തിരി കത്തിച്ചാൽ മതി. വലിയ പൂജയും അടപട പായസം ഒന്നും വേണ്ട. ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് തൃപ്തിയോടുകൂടി ചെയ്യുക. അതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ 8ാം ഭാവത്തിലെ ശനി-രാഹു സംഗമം ഒരു വ്യക്തി ജീവിതത്തിലെ കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയിക്കുന്ന ഒരു യോഗമാണ്. അത് പൂർവ്വജന്മ പ്രാരാബ്ധത്തിൻ്റെ വാക്യപത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സ്വയം ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ കണ്ട ഏറ്റവും മികച്ച ഒരു ദാർശനികനോ ഗവേഷകനോ ആകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതൊന്നും ആയില്ലെങ്കിൽ ഒരു സാധാരണ തലത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളൊരു ക്വാളിറ്റി ലൈഫ് ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അഷ്ടമഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് നമുക്ക് ദ്രേക്കാണവും മരണം എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സബ്ജക്റ്റുകളും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.